തിരക്കുപിടിച്ച ഈ ലോകത്ത് എന്തൊക്കെയോ നേടാനുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ പലരും മറന്നുപോയ മുഖങ്ങളാണവ. നമ്മുടെ മാതാപിതാക്കൾ, വയോധികരായ നമ്മുടെ രക്ഷിതാക്കൾ. സുന്ദരമായ നമ്മുടെ ലോകത്ത് അവരില്ല. നമ്മുടെ സന്തോഷങ്ങളിൽ പോലും അവരില്ല. എന്തിന്, നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് നിന്ന് പോലും അവരെ പടിയിറക്കിയിരിക്കുന്നു. നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ ആരും കാണാതെ പോയ ആ വലിയ നഷ്ടങ്ങളായി അവരിന്ന് മാറിയിരിക്കുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ പോലും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറുമ്പോൾ, ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട നമ്മുടെ അച്ഛനും അമ്മയും ഒരു ഗാർഹിക മാലിന്യം പോലെ വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൽ വൃദ്ധസദനങ്ങളെക്കുറിച്ച് മുമ്പ് കേട്ടുകേൾവി പോലുമില്ല. പക്ഷേ ആധുനിക ലോകത്ത് വൃദ്ധസദനങ്ങൾ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ അവിടെ വൃദ്ധജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ആരോഗ്യമേഖലയിലും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലുമുണ്ടായ മെച്ചം വളരെയധികം വൃദ്ധജനങ്ങൾ അതല്ലെങ്കിൽ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ വികസിത രാജ്യങ്ങളിലെല്ലാം ഇവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് ഇപ്പോഴും ഇവരുടെ സംരക്ഷണം വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു. രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ വൃദ്ധസദനം എന്നത് മലയാളികൾക്ക് പാശ്ചാത്യരെ വിമർശിക്കാനുള്ള ഒരു തെറ്റ് മാത്രമായിരുന്നു. കേവലം കേട്ടുകേൾവി മാത്രമായിരുന്ന അഡൽട്ട് ഹോമുകൾ ഇപ്പോൾ കേരളത്തിലെ സന്നദ്ധ സേവകരുടെ പ്രധാന വിഷയം കൂടിയാണ്. ഗവൺമെന്റിന്റെയും മതസഭകളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങൾ തലങ്ങും വിലങ്ങും ഇവിടെ ഉയരുമ്പോൾ മലയാളി എത്തിപ്പെട്ട മാനവിക ദുരന്തത്തിന്റെ ആഴം ആവിഷ്കരിക്കാൻ പറ്റാതാകുന്നു. ഉയർന്ന വിദ്യാഭ്യാസവും തൊഴിലും ലഭിച്ചതോടെ വന്ന വഴി മറക്കുന്ന മക്കൾ അവരുടെ ബിരുദ കടലാസുകളേക്കാൾ വിലപ്പെട്ട പെറ്റമ്മയുടെ കോന്തലത്തുണ്ട് സ്റ്റാറ്റസുകൾക്ക് വേണ്ടി സൗകര്യപൂർവ്വം മറക്കുന്നു എന്നതാണ് സത്യം. ആഘോഷ ദിവസങ്ങളിലെ ചാനൽ പരിപാടികളിലെ ടാം റേറ്റ് ഉയർത്തുന്ന ഒരിനം പരിപാടി വൃദ്ധസദനങ്ങളിൽ മക്കളെയും കാത്തിരിക്കുന്ന വൃദ്ധ മാതാപിതാക്കളായി മാറിക്കഴിഞ്ഞു. മാതാവിനെ ഉറുമ്പരിച്ച കഥ, അടച്ചുപൂട്ടി ചങ്ങലക്കിട്ട് അവശയാക്കി തെരുവിലെറിഞ്ഞ് മണ്ണിലമർത്തിയതു മുതൽ കണ്ഠത്തിൽ കഠാരയിറക്കി മക്കൾ പിത്തം മാതാപിതാക്കളോട് ചെയ്ത ക്രൂരതകൾ ദുരന്ത വാർത്തകളായി ഇന്നും മാധ്യമങ്ങളിൽ പലപ്പോഴായി വന്നുപോകുന്നു. നമുക്ക് ജന്മം നൽകിയെന്ന ഒരു തെറ്റ് മാത്രമല്ലേ അവർ ചെയ്തത്? നമ്മളില്ലാത്ത ഒരു കാലവും ലോകവും ഇവിടെ ഉണ്ടായിരുന്നു. പിതാവിന്റെ രേതസ്കണം മാതൃമേനിയുടെ ഉള്ളറകളിൽ നിന്നും പാകപ്പെട്ടും പരുവപ്പെട്ടും രൂപം കൊണ്ട ഘട്ടങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാജകുമാരനെയും രാജകുമാരിയെയും പോറ്റിപ്പുലർത്തുന്നത് പോലെയല്ലേ നമ്മെ അവർ പരിപാലിച്ചു പോന്നിട്ടുള്ളത്? അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനും പള്ളിക്കൂടത്തിൽ കാലുവെച്ച് തുടങ്ങാനും നാം എത്തിയപ്പോൾ ഉള്ളം കിളർത്തതും പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ വഴി തെറ്റാതെ കാത്തതും അവരാണ്. മഴയിൽ നനഞ്ഞു പുതർന്ന് കയറി വരുമ്പോൾ നെഞ്ചിലേക്ക് ചേർത്ത് തലത്തട്ടം കൊണ്ടും സാരിത്തുമ്പുകൊണ്ടും മൂർത്തി ചുരച്ച് ചൂട് തന്ന അമ്മയെ ഓർമ്മയില്ലേ? പനിയും വേദനയും ഉറക്കം നഷ്ടപ്പെടുത്തിയ പാതിരാത്രി തരളിതമായ അവരുടെ കൈപ്പള്ള കൊണ്ട് നെറ്റി തടവിയും പ്രാർത്ഥിച്ചൂതിയും കത്തിയൊലിച്ച അമ്മയുടെ ഉൾത്താപം കാണാൻ നാം മറന്നുപോയോ? പുണ്യത്തിന്റെ കടലിൽ തീരുന്ന ത്യാഗത്തിന്റെ മരുഭൂമിയാണ് അമ്മ. നമുക്കറിയാത്ത നമ്മിലുള്ളതിനെ നന്മയിലേക്ക് ചേർക്കാൻ നമ്മോട് ചേർന്ന് നിന്ന വെൺചെരാതാണമ്മ.
വാർദ്ധക്യ സമയത്ത് നമ്മൾ നമ്മുടെ പേരൻസിനെ നോക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാക്കി എടുക്കുക, അതൊരു ഡ്യൂട്ടി, അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കണം എന്നൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കെപ്പോഴും അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് അങ്ങനെയല്ല. അതൊരു റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ അതൊരു ഡ്യൂട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് നമ്മൾ വളരെ സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് വേണ്ടി അവർ ഓരോ നിമിഷവും ഇപ്പോൾ നമുക്ക് അസുഖം വരാതെ നോക്കുകയോ അല്ലെങ്കിൽ ഉറക്കമൊഴിച്ച് നമ്മളെ ഫീഡ് ചെയ്യുന്നതും പലതും ചെയ്ത് അവരൊരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി പോലെയൊന്നുമല്ല. അത് അവരുടെ ലൈഫിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മുഹൂർത്തം അവർ ഓരോ നിമിഷവും എൻജോയ് ചെയ്തുകൊണ്ട് സ്പെഷ്യലായി കരുതിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു സമയമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്ന പോലെ. അതേപോലെ ഓൾഡ് ഏജ് ആകുമ്പോൾ അവരെ നോക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. ആ ഒരു സമയത്ത് പ്രോബബ്ലി അവരെ ഏറ്റവും കൂടുതൽ ഹാപ്പിയാക്കാൻ കിട്ടുന്നത് നമുക്ക് കിട്ടുന്നൊരു സൗഭാഗ്യമാണ്, നമുക്ക് കിട്ടുന്നൊരു വലിയ ലക്കാണ്. അത് ആ രീതിയിലാണ് കാണേണ്ടത് എന്നാണ് എനിക്കെപ്പോഴും ഒരു ഓൾഡ് ഏജിനെ കുറിച്ച്, ഓൾഡ് ഏജിലെ പേരൻസിനെ നോക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലൈഫിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അത് ചെറിഷ് ചെയ്യാൻ കിട്ടുന്നത്, ഓൾഡ് ഏജിലെ പേരൻസുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്, അവരെ ഹാപ്പി ആക്കാൻ കിട്ടുന്നത് നമ്മുടെ ലൈഫിലെ വലിയൊരു ഭാഗ്യമാക്കി കരുതുക. അത് ഏറ്റവും മനോഹരമായിട്ട് എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായി ചെയ്യാൻ നോക്കുക. കേരളത്തിൽ കുടിൽ വ്യവസായം പോലെയാണ് ഇന്ന് വൃദ്ധസദനങ്ങൾ കുമിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ജീവിതത്തിന്റെ പരിഗണനയിൽ നിന്നും പുറത്താക്കുന്ന മക്കൾ ഒന്നറിയണം. സുന്ദരിയായ സുമുഖി തരുന്ന സുഖം കൊണ്ടപ്പോഴേക്ക് അമ്മയുണ്ണിച്ച അപ്പച്ചോറ് മറന്നുപോകുന്ന തലമുറ ഒന്നോർക്കണം. പകിട്ടും പത്രാസും തരുന്ന പണം പൂക്കുന്ന ശമ്പള വഴികളിൽ എത്തിത്തുടങ്ങിയപ്പോൾ കുരച്ച് കാർക്കിക്കുന്ന പിതാവിനെ പുച്ഛിക്കുന്ന പുത്തൻ തലമുറയറിയണം. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ജീവിതധർമ്മങ്ങളുണ്ട്, വിരൽത്തുമ്പ് മുതൽ രോമകൂപം വരെ. പക്ഷേ ജീവിതധർമ്മമില്ലാത്ത ഒരവയവമുണ്ട് നമ്മുടെ ശരീരത്തിൽ. വസ്ത്രമുയർത്തിയാൽ അടിവയറിൽ തെളിയുന്ന പൊക്കിൽക്കുഴി. അതോർക്കണം. അതാണ് ശരീരത്തിലെ വേദപാഠം. 9.5 മാസം നാം അന്നം സ്വീകരിച്ച സ്നേഹനാളിയാണ് നാഭിയിൽ ഇപ്പോഴും കാണുന്നത്. നാളെ മരിച്ച മണ്ണിലേക്ക് നാം ചേരുമ്പോഴും മാതൃമഹത്വത്തിൻ്റെ കാഹളം മന്ത്രിച്ച് അതവിടെ നിസ്വനിക്കും, നീക്കാൻ പറ്റാത്ത ദിവ്യമുദ്ര പോലെ. വീട്ടിലിപ്പോൾ ഈ വാഞ്ചനും ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അവരുടെ പണ്ണ് നോക്കുക. ഇവരിപ്പോൾ ഒരു ചക്കുണ്ട്, ആ പണ്ണ് ശരിയല്ല, ഞങ്ങൾ ചെല്ലാനയക്കില്ല. അതൊക്കെ ഇവിടെ മുതലൊന്നുമില്ല, പോയിക്കോളാൻ പറയുന്നത് എൻ്റെ ഭാര്യയോട്. ഇപ്പോഴുള്ള മകൻ്റെ ഭാര്യ അവിടെ വലിയ ടൈലറൊക്കെയാണ്, ഭയങ്കര കേരളത്തിൽ. 3 വയസ്സ് വരെ അമ്മയില്ലാതെ ഉറങ്ങാൻ കൂട്ടാക്കാത്ത മകൻ 30 വയസ്സാകുമ്പോൾ അമ്മയെ വൃദ്ധസദനത്തിലെത്തിക്കുന്നു. എപ്പോഴാണ് നാം അവരെ മറന്നു തുടങ്ങിയത്? അപശിപ്ത കാലത്തിൻ്റെ ദുരന്തശീലങ്ങൾ നമ്മെ വേട്ടയാടി തുടങ്ങിയതു മുതൽ മാതാപിതാക്കൾക്ക് ചിലത് നഷ്ടപ്പെടാൻ തുടങ്ങി. എല്ലാ നഷ്ടങ്ങളും സഹിക്കാം. പക്ഷേ മക്കളുടെ ഹൃദയസിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വരേണ്ടി വരുന്ന ഹതാശയരായ മാതാപിതാക്കൾ, അവരീ പ്രപഞ്ചത്തിൻ്റെ നെരിപ്പോടാണ്. മരണവും കൈവിട്ട 2 അഗ്നിനാളങ്ങൾ. നമ്മുടെ വയോജനങ്ങളുടെ ഒരു സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് വളരെ കുറച്ച് പേർ മാത്രമാണ് ഒരു കംഫർട്ട് സോണിൽ ജീവിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ പല രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവർ. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ക്ഷേത്ര ദർശനത്തിനെന്നെല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അമ്പലമുറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ടവർ, സ്വന്തം മാതാപിതാക്കളെ തന്നെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുചെന്നാക്കുന്നവർ, ആരാരും കൊണ്ടുചെന്നാക്കാനില്ലാതെ തനിയെ തന്നെ അവിടെ എത്തിപ്പെടുന്നവർ, വൈദവിത്താൽ വിഷമിക്കുന്നവർ, ഒരു വീടിനകത്ത് ഏകാന്തതയോടെ മരണത്തെ ഭീതിയോടെ നോക്കുന്നവർ. പല വൃദ്ധസദനങ്ങളിലും കാണാൻ പറ്റുന്നൊരു കാര്യം, 2 പേരും തന്നെ അച്ഛനും അമ്മയും മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരെ കാണാൻ സാധിച്ചു. അവരുടെ ഏറ്റവും വലിയ ദുഃഖം മക്കൾ ഉപേക്ഷിച്ചതിലുപരി ഒരാൾ മരിച്ചുപോയാൽ മറ്റേയാൾ പിന്നീട് ഒറ്റപ്പെടുമല്ലോ എന്നുള്ള ആ ഒരു ഭീതിയോടുകൂടി മരണത്തെ നോക്കി കാണുന്നവർ. എനിക്ക് ഒരു മാനും ഒരു മാളും ഉണ്ട്. മാക്ക് 2 ആൺകുഞ്ഞുങ്ങളും. അവർ വല്ലപ്പോഴും വന്ന് മാളെ കൊച്ചുങ്ങൾ വന്ന് നോക്കാൻ വരും, വിണ്ണും തരത്തും. അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഞാൻ എങ്ങനെയാണ് ഈ ചില ബന്ധങ്ങളെ ഈ 2-3 വാക്കുകൾ കൊണ്ട് ഒതുക്കുക എന്നാണ് തോന്നിയത്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ അടുത്ത് എന്താ പറയുക, നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും പറയും, നീ എത്ര വലുതായി കഴിഞ്ഞാലും എനിക്കെൻ്റെ ആ ചെറിയ മോൻ തന്നെ കേട്ടോ എന്ന് പറയും. അന്നത് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടിട്ടേ ഉള്ളൂ. പക്ഷേ
ഇന്ന് എനിക്ക് 2 മക്കളാവുമ്പോൾ ചിലർ വന്നിട്ട് പറയും മക്കളൊക്കെ വലുതായി തുടങ്ങിയല്ലോ. അപ്പോഴാണ് വലുതായി തുടങ്ങിയോ. പക്ഷെ എൻ്റെ മനസ്സിലെന്താ, ചെറുപ്പത്തിൽ തൊട്ടിലിട്ട് ആട്ടിയ അല്ലെങ്കിൽ ഞാൻ തോളത്ത് കിടത്ത് ഉറക്കിയിട്ടുള്ള എൻ്റെ 2 മക്കളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ചില മക്കൾ വളർന്ന് വലുതാവുമ്പോൾ അവർക്ക് എന്താ പറയുക, അച്ഛനമ്മമാർക്ക് സൗന്ദര്യം പോരായ്മ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ചേരുന്നില്ല, വിദ്യാഭ്യാസം കൊണ്ട് അച്ഛനമ്മയും പുറകിലാണ് എന്നുള്ള തോന്നലുകൾ വരും. ആ തോന്നലുകളും തിരിച്ചറിവുകളും എന്താ പറയുക, പല നല്ല തിരിച്ചറിവുകളും ഇല്ലാതെ വരുമ്പോഴാണ് ഇവിടെ വൃദ്ധസദനങ്ങൾ കൂടുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല തിരിച്ചറിവുകളോടുകൂടി 6 മാസമുള്ളപ്പോൾ തൻ്റെ അച്ഛൻ തൻ്റെ അമ്മ എങ്ങനെ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു, അതുപോലെ 60ാമത്തെ വയസ്സിൽ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ വൃദ്ധസദനങ്ങളൊന്നും ഉണ്ടാവില്ല. തിരിച്ചറിവാണ് ഏറ്റവും വലിയ ദൈവം. നിങ്ങൾ തള്ളിവിട്ട, നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ നിധികൾ തേടി ഒരിക്കലെങ്കിലും നിങ്ങൾ ചെന്നിട്ടുണ്ടോ? വൃദ്ധസദനങ്ങളുടെ ഏതോ ഒരു മൂലയിൽ ആരോ വിളമ്പുന്ന അന്നവും തിന്ന് പരാതികളും പരിഭവങ്ങളും ഒന്നും കാണിക്കാതെ ഇന്നും മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടു. നമുക്ക് ഈ വൃദ്ധസദനങ്ങളിൽ കാണാൻ പറ്റുന്നത് പലരും പല ജീവിത സാഹചര്യങ്ങളിൽ അവിടെ എത്തിച്ചേർന്നതാണ്. ഇപ്പോൾ കോഴിക്കോട് വെള്ളിമാടുകുന്നിലുള്ള ഹോമിലുള്ള ഒരു അന്തേവാസി, അവർ വീട്ടുകാർക്കൊരു ഭാരമാവാതിരിക്കാൻ വേണ്ടി, കാരണം തുടരെയുള്ള അവരുടെ ആരോഗ്യപരമായ കാരണങ്ങളാൽ അവർ അവിടെ എത്തിപ്പെട്ടതാണ്. വേറെ നോക്കുക കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മക്കൾ തന്നെ കൊണ്ടു ചെന്നാക്കിയവരുണ്ട്, പഞ്ചായത്തുമായി ഇടപെട്ട് അവിടെ എത്തിയവരുണ്ട്, വൈദവ്യത്താൽ വിഷമത്തിൽ ഒരാൾ മാത്രം എത്തിപ്പെടുന്നവരുണ്ട്. ഈ വൃദ്ധസദനങ്ങളെ പോലെ തന്നെയുള്ള അഗതി മന്ദിരങ്ങളിൽ സ്വന്തം മക്കളോ അങ്ങനെയുള്ള ബന്ധുക്കളോ ഒരുമിച്ച് താമസിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ തന്നെ ഒരു നിവൃത്തിയുമില്ലാതെ വഴിയോരത്തും ഇപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇനിയും ഒരു വീട് എന്നുള്ള ഒരു സങ്കല്പം പോലും ഇല്ലാതെ ജീവിക്കുന്നവരും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം കാണുന്ന ഒരു പ്രത്യേകത, ഇവരൊന്നും തന്നെ സ്വന്തം മക്കളെക്കുറിച്ച് കുറ്റം പറയാതെ അവർ അവരുടെ വിധിയെ പഴിച്ച് അവിടെ കഴിയുന്ന അവസ്ഥയാണ്. നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ എന്തുമാത്രം സന്തോഷത്തോടെയാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. ഈ അടുത്ത് തന്നെ ഉണ്ടായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ മോളും കൂടി ഞങ്ങളോടൊപ്പം വന്നിരുന്നു. അപ്പോൾ ഒരു അമ്മ ഈ മോളോട് പറയാണ്, മോളെ നീ നിൻ്റെ അമ്മേനെ അച്ഛനെ നന്നായി നോക്കണം കേട്ടോ. പെൺകുട്ടികളുണ്ട്, 3 ആൺകുട്ടികളുണ്ട്. അത് 2 ഭാര്യന്മാർക്കുള്ളതാണ്. ഒരു ഭാര്യയ്ക്ക് ഒരു മോൻ, പിന്നെ മറ്റൊരു ശേഷം ഉണ്ടായ ഭാര്യയ്ക്ക് 5 മക്കൾ, 3 പെണ്ണും 2 ആണും. അവരായിട്ടിങ്ങനെ ജീവിച്ച് അവരെ വളർത്തിയെടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് പെൺകുട്ടികളെ 3 ആൾ വിവാഹം കഴിച്ച് ആൺകുട്ടികൾക്ക് പെണ്ണും കെട്ടിച്ച് പിന്നെ അവരെ ഭാര്യന്മാർ നമ്മളെ ദ്രോഹിക്കുക. ഇവിടുത്തെ ആയണ്ടല്ല സൈനാനോട് ഞാൻ പറയും, മോളെ എൻ്റെ ഇവിടുന്ന് പറഞ്ഞയച്ചാലുള്ള ദോഷം എനിക്ക് എന്താണെന്നറിയോ, എൻ്റെ മരണം ദുർമരണമായിപ്പോവും. കാരണം അത്രയ്ക്ക് എൻ്റെ മക്കൾ എൻ്റെ ദ്രോഹിച്ച്. നീ എന്നോട് ചോദിക്കേണ്ട മക്കളത്. ചോദിക്കുന്നതിനോട് ഏത് തന്തയും തള്ളിയും പഴച്ചെങ്കിലും മക്കൾ പഴക്കിട്ടെന്നാരും പറൂല. ഒരു തന്തയും തള്ളിയും പറൂല. ഈ മക്കളെ കാര്യം ചോദിക്കണം. ഇത്തിരി കഷ്ടപ്പെട്ടിട്ടല്ല ഞാനത് വളർത്തിയത്. ഇത് യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ കാലമാണ്. അതായത് പ്രയോജനാത്മകവാദം, ഉപകാരമുള്ള ഉപകരണങ്ങൾക്ക് മാത്രം സ്വീകാര്യതയും ബാധ്യത ഭാരമാകുന്നതിന് തിരസ്കാരവും നൽകുന്ന കാലം. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിക്കുന്നത് എൻ്റെ കൂടെ എറണാകുളത്താണ്. ഞങ്ങളുടെ സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരുള്ള ഞങ്ങളുടെ ഒരുപാട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിട്ടുപിരിഞ്ഞാണ് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ എൻ്റെ കൂടെ എറണാകുളത്ത് ജീവിക്കുന്നത്. അത് അവരുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓൾഡ് ഏജ്
ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു ത്യാഗം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാവാറുള്ളൊരു പൊതുധാരണ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും വയസ്സാൻ കാലത്ത് നോക്കുക എന്ന് പറയുന്നത് മക്കളായ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഡിപ്പെൻഡൻറ്റ് ഓൺ ദം എന്നുള്ളതാണ് പല കാര്യങ്ങൾക്ക്. അവരുടെ പരിചയം, അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മളുടെ കുട്ടികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മുഴുവൻ സമയം അടുത്തുണ്ട്. എനിക്കും എൻ്റെ വൈഫും ജോലി ചെയ്യുന്നുണ്ട്. മുഴുവൻ സമയം നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവർക്ക് പകർന്നു കൊടുക്കുന്ന കഥകൾ, നമ്മുടെ സംസ്കാരം, എക്സ്പീരിയൻസ്, ഇത് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരോട് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്യുന്നത്. അവരുടെ കുട്ടികളോടാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. അവരുടെ അച്ഛനമ്മമാരെക്കാൾ ഉപരിയായിട്ട് അവനവനോട് തന്നെയാണ് തെറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അച്ഛനമ്മമാർ നമുക്ക് പകർന്നു തരുന്ന, നമ്മുടെ വരുന്ന തലമുറകൾക്ക് പകർന്നു തരുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ, ആ ഒരു സ്നേഹത്തിന് പകരം വയ്ക്കാനില്ലാത്ത ആ ഒരു ഊഷ്മളതയെ മുഴുവൻ മനസ്സോടുകൂടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. കേരളത്തിലെ ഒട്ടുമിക്ക ഓൾഡ് ഏജ് ഹോംസും സന്ദർശിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിൽ വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തെന്നാൽ ഈ വൃദ്ധജനങ്ങൾ മെഡിക്കൽ കെയർ അത് അവർക്ക് വളരെ അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരാളുടെയും ഒരു പ്രാഥമിക ആവശ്യമാണ് ചികിത്സാ സംരക്ഷണം. അതുകൊണ്ട് തന്നെ വാർദ്ധക്യം ഒരു രോഗമാണെന്നും ആ സമയത്തുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ അനുഭവിക്കാവുന്നതാണെന്നുമുള്ള ഈ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിൻ്റെ ഈ പ്രത്യയശാസ്ത്രം തന്നെ മാറേണ്ടതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെന്നാൽ ഇവർക്ക് ഒരു മെഡിക്കൽ കെയർ അത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ എത്തിക്കാനായിട്ടുള്ള ഒരു നടപടി വളരെ അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അരുവികൾ ചാലിടുന്ന ആരാമങ്ങൾ പോലെ അലങ്കരിച്ച ഭവനങ്ങൾ, ആഡംബര നിർഭരതയുടെ മാളികകൾ പൊക്കി കോട്ടക്കൊത്തളങ്ങളായി ഉയർന്ന രമ്യഹർമ്മങ്ങൾ, പണം പറിക്കാനുള്ള മതിച്ചോട്ടത്തിനിടയിൽ നേരം കിട്ടാതെ ഉഴറിപ്പിടയുന്ന ജീവിതഘട്ടങ്ങൾ, ഇതൊക്കെയാണിപ്പോൾ നമ്മുടെ ചുറ്റിടങ്ങൾ. അതിനിടയിൽ ഒഴുക്കിൽ അലോസരം പണിയുന്ന കൽപ്പാളി പോലെ നീങ്ങാനും പോകാനുമാവാതെ അവർ ഒരു ഭാരമാകുന്നു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാഴ്ചവസ്തുക്കളാവുന്നു. സാന്നിധ്യം അപമാനമായ അസ്വസ്ഥതകളാകുന്നു. ഇപ്പോൾ ആർക്കും വരാവുന്നൊരവസ്ഥയാണ് ഈ വാർദ്ധക്യം. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യം കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും ഒരേ പ്രായത്തിലാണ് വാർദ്ധക്യം ലക്ഷണങ്ങൾ കാണുക. എല്ലാവർക്കും 60 വയസ്സുകാർക്ക് വാർദ്ധക്യം ബാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പൊതുവേ വിലയിരുത്തപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞവരെ വൃദ്ധരായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതെങ്കിൽ പോലും അതിൻ്റെ ശേഷിക്കനുസരിച്ച് പല ഗ്രൂപ്പുണ്ട്. ഏറ്റവും പ്രായം കൂടിയവർക്കാണ് ഏറ്റവും വൈഷമ്യങ്ങളും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും പരസഹായമൊക്കെ ആവശ്യപ്പെടുന്നത്. ആദ്യത്തെ സ്റ്റേജിലുള്ളവർക്കൊന്നും വലിയ ബുദ്ധിമുട്ട് വരില്ല, ചിലപ്പോൾ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളേ ഉണ്ടാവുള്ളൂ. ഇത് പ്രായം കൂടുന്നിടത്തോളം അതിൻ്റെ പ്രശ്നങ്ങളും കൂടി വരികയാണ്. അതിൻ്റെ ഡെപ്ത് കൂടാണ്. സ്വയം ചലനശേഷി ഇല്ലാണ്ടാവാം, സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പലരും പരസഹായം വേണ്ടി വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളിലമാര് ഒരു പ്രധാന വിഷയമാണ് ഇവിടെ മറവി രോഗം. വാർദ്ധക്യകാലത്ത് മറവി രോഗമാണ് എനിക്ക് തോന്നുന്നത് ഈ വലിയ അസുഖം എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഒന്നും എന്താ ചെയ്യുന്നത് അവർക്ക് അറിയാണ്ട് വരിക. അത് ചിലപ്പോൾ കിടന്നിട്ട് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തട്ടിക്കളഞ്ഞാൽ വരാം, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാലും കിട്ടിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാം. വൃദ്ധസദനങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം മക്കൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും അവശരായവരും നിരാലംബരുമായവർക്ക് ഇങ്ങനെയുള്ള സദനങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു സദനങ്ങൾ വെറും മാതാപിതാക്കളെ വലിച്ചെറിയാനുള്ള ഒരു സ്ഥാപനമായി മാറുന്നതിലാണ് നമ്മുടെ സംസ്കാരം അധപതിച്ചതായി തോന്നുന്നത്. ഒരു ഏറ്റവും മനുഷ്യന് വേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എമ്പതിയാണ്. അപ്പോൾ നമുക്കും പ്രായമാകും എന്നുള്ള ചിന്ത വരുന്നതോടുകൂടി തന്നെ നാം അവരോടുള്ള ഒരു മനോഭാവത്തിലും മാറ്റം വരണം. ഒരു 2-3 കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എല്ലാവരുടെ ചെറുപ്പക്കാരിലേക്ക് പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നു. ആദ്യമായി തന്നെ നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ട ഒരു ആദരവ്, നമ്മുടെ സാംസ്കാരിക പൈതൃകം അനുസരിച്ച് ഒരു ആദരവ് മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് നാം പിന്തുടർന്നിരുന്നത്. നല്ലൊരു ആദരവോടുകൂടി നാം
നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും അതുപോലെ മുതിർന്ന പൗരന്മാരോടും പെരുമാറേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ എല്ലാ ചെറുപ്പക്കാരും തന്നെ കുറേ സമയമെങ്കിലും നമ്മൾ ഈ പ്രായമായവരുമായി വയോജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി ചിലവാക്കണം. ഞാനൊരു വലിയ സ്റ്റഡി തന്നെ ജോസഫ് ജോണി സാറിൻ്റെ വായിച്ചതിൽ കൂടുതലായിട്ടും സാർ പഠനം നടത്തിയിരിക്കുന്നത് പലപ്പോഴും തന്നെ വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സംസാരം സോഷ്യൽ മീഡിയയായ വാട്സാപ്പ്, ഫേസ്ബുക്കുകളിലെല്ലാം ധാരാളം സമയം ചെലവഴിക്കുന്ന ഇന്നത്തെ യൂത്ത് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ നന്നായിരുന്നു. എത്രയോ അനുഭവങ്ങൾ പ്രായമായവരിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അത് എത്രയായാലും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ ഒരു ജീവിതം നല്ല രീതിയിലാക്കാൻ വളരെയധികം സഹായകരമാവും. വാർദ്ധക്യം ഒരു രോഗമല്ല, അതൊരു ജീവിതാവസ്ഥയാണ്. ജനിക്കുന്ന ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട ഒരു ജീവിത സാഹചര്യം. ഓരോരുത്തരും പ്രായമാകും എന്നുള്ള ഓർമ്മയിൽ ജീവിക്കണം. പ്രായമാകുന്ന അച്ഛനമ്മമാർ ഒരിക്കലും ഒരാൾക്കും ഒരു ഭാരമല്ല. അവരുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നമുക്കുണ്ടായേക്കാം. പക്ഷേ അതൊക്കെ ക്ഷമിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളുടെ രാജ്യത്ത് വാർദ്ധക്യമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മുമ്പൊക്കെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ആളുകൾ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വന്നതിനാൽ ആളുകളുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചിരിക്കുന്നു. സ്വാഭാവികമായും പ്രായമേറിയ ആളുകളുടെ എണ്ണം നാട്ടിൽ പെരുകുകയാണ്. ഇതിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. വൃദ്ധസദനങ്ങൾ ഉയർന്നു വരിക എന്നുള്ളതല്ല ഇതിൻ്റെ പരിഹാരം. ഓരോ വീടുകളും വൃദ്ധസദനങ്ങൾക്ക് സമാനമായ ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ് ഇതിനുള്ള ശാശ്വതമായ പരിഹാരം. വൃദ്ധമാതാപിതാക്കൾ ഒരിക്കലും ഒരു ഭാരമല്ല, അവർ നമ്മളുടെ സമ്പത്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഈ ഭൂമുഖത്ത് ഇത്രയും കാലം ജീവിച്ച ഈ മനുഷ്യർക്ക് ഒരു നല്ല അവസാന കാലം ഒരുക്കേണ്ടത് നമ്മുടെ എല്ലാം തന്നെ ബാധ്യതയാണ്. തണൽ കിട്ടേണ്ട അസ്തമന ഘട്ടത്തിൽ ബഹിഷ്കരണങ്ങളുടെ തീച്ചൂളയിലേക്കാണവർ ആനയിക്കപ്പെടുന്നത്. ഉമ്മറത്തെ ചാരുകസേര അങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. പേരക്കുട്ടികൾക്ക് ആനവണ്ടി കളിക്കാനും മരുമക്കൾക്ക് കലിപ്പകറ്റി ശകാരിക്കാനും മാത്രം വിധിക്കപ്പെട്ട് പിടയ്ക്കുന്ന ഹൃദയത്തോടെ അവരവിടെ വീട്ടുതടങ്കൽ അനുഭവിക്കുന്നു. അതിന് തയ്യാറല്ലെങ്കിൽ അപകടം അതിലും വലുതാണ്. വൃദ്ധസദനം. വാർദ്ധക്യം ഒരസുഖമല്ല, ഒരവസ്ഥയാണ്. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒന്നും വേർതിരിവില്ലാതെ ഒരിക്കൽ അതെല്ലാവരിലും എത്തും. ഈ യൗവനം അത് ശാശ്വതമല്ല. നാളെ നാം ഓരോരുത്തരും ആ രുചി അനുഭവിച്ചേ മതിയാകും. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോധികരായ മാതാപിതാക്കൾ ഇന്നലകൾ അത്രയും ജീവിച്ചു തീർത്തത് നമുക്കു വേണ്ടിയാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടി മാത്രം. അവർ പറയുന്നത് കേൾക്കുക, അവർക്കൊപ്പം അല്പം സമയം ചെലവഴിക്കുക, അവരോട് സംസാരിക്കുക. അവർ നമ്മുടെ മാതാപിതാക്കളാണ്.